ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് മൈദപ്പൊടിയും മുട്ടയൊക്കെ ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ള 2-3 ചേരുവകൾ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 4 മണി ചായക്കൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു മുട്ട വെച്ചിട്ട് തന്നെ ഈ ഒരു മാവ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ വലിയ സൈസിലുള്ള ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 ആക്കി ഒന്ന് മുറിച്ച ശേഷം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം കേട്ടോ ഇത് മുറിച്ചെടുക്കാൻ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ, ആ ഒരു സൈസിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ആ ഒരു മാവിലേക്ക് ഈ ഒരു കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫോർക്കൊക്കെ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ കിഴങ്ങ് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വൈഡായിട്ടുള്ള പാനാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുമിച്ച് തന്നെ കുറേ എണ്ണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാൻ നിറയെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിക്കായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. അത്രയും സമയം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതവിടെ കുറച്ച് സമയം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി 4 മണി പലഹാരമാണ്. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്